വെൽക്കം ടു സേസി സൈബർ ക്യാമ്പസ്. ഇന്ന് നമ്മൾ പൈത്തൺ ടിക്കിൻഡർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പേര് ഗസ് ദ നമ്പർ ഗെയിം എന്നാണ്. ഗെയിം കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മളൊരു നമ്പർ ഗസ് ചെയ്യുന്നു, ആ നമ്പർ ശരിയാണോ അല്ലയോ, അതായത് സിസ്റ്റം ഒരു നമ്പർ ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും, ആ നമ്പർ തന്നെയാണോ നമ്മൾ ഗസ് ചെയ്യുന്നത്. നമ്മൾ ഗസ് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ജയിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ തോറ്റു. ഇതാണ് നമ്മുടെ ചെറിയൊരു ഗെയിം എന്ന് പറയുന്നത്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് പൈത്തൺ കോഡ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു IDE വേണം. പിന്നീട് ഇതിൻ്റെ ലൈബ്രറീസിനെയൊക്കെ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ ആണ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ എടുത്ത് നമുക്കൊരു പൈത്തൺ ഫയൽ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം. ഓക്കെ, അപ്പോൾ പൈത്തൺ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ അതിന് ജസ്റ്റ് വെറുതെ ഒരു പേര് കൊടുക്കുകയാണ്, GG. അപ്പം ഗെയിം അല്ലേ, അപ്പോൾ game.py എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നിട്ട് .py ആയിരിക്കും അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .pyയിലായിരിക്കും. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ടിക്കിൻഡർ യൂസ് ചെയ്തിട്ട് ഒരു പൈത്തൺ ഗെയിം ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് അതിൻ്റെ ലൈബ്രറീനെ എന്ത് ചെയ്യണം, എൻ്റെ ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതാണ് എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി ഞാനപ്പോൾ എന്ത് ചെയ്യും, ആദ്യം നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ആ ലൈബ്രറി ഇൻസ്റ്റാൾഡ് അല്ല എന്നുണ്ടെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ ടിക്കിൻഡർ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, അതിനെ ഇൻസ്റ്റാൾ ആക്കുക. അതിനുശേഷം നമ്മുടെ ഫയലിലേക്ക് അതിനെ ഇമ്പോർട്ട് ചെയ്യാം. എൻ്റെ ഇതിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എവിടെ വരണം, കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ അല്ലെങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം, പിപ്പ് ഇൻസ്റ്റാൾ ടിക്കിൻഡർ കൊടുക്കുക. ഓക്കെ, ഇനി ഇമ്പോർട്ട് ടിക്കിൻഡർ. ഓക്കെ, ഞാനിവിടെ ടിക്കിൻഡറിനെ TK എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇനി ഈ TK എന്ന് പറയുന്ന ആ ഒരു ആസ് ഏലിയാസ് എന്ന് തന്നെ പറയാം. അത് വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഫങ്ഷൻസ് അതേപോലെ ഇതിൻ്റെ വിഡ്ജറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഈ HTML ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ടാഗുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എലമെന്റ്സുകളെ ആഡ് ചെയ്യുമല്ലോ. ഇപ്പം എനിക്കൊരു ടെക്സ്റ്റ് ബോക്സ്, ചെക്ക് ബോക്സ്, ഇതൊക്കെ പറയുന്നത് ഓരോ വിഡ്ജറ്റുകളാണ്. ഈ വിഡ്ജറ്റുകളൊക്കെ ആഡ് ചെയ്യുന്നത് ഇത് ടിക്കിൻഡറിനകത്ത് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് യൂസ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിൻഡോയ്ക്ക് പേര് റൂട്ട് എന്ന് കൊടുക്കുകയാണ്. റൂട്ട് ഈക്വൽ ടു TK ഡോട്ട് ഓക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വിൻഡോ അവിടെ ക്രിയേറ്റ് ആവും. ഇനി വിൻഡോയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രി കാര്യങ്ങൾ, വിഡ്ത്തും ഹൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് നമുക്ക് വെറുതെ അതൊന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ എൻ്റെ വിൻഡോയുടെ പേര് റൂട്ട് എന്നാണ്. അതിനുവേണ്ടി ഞാൻ കോൺഫിഗ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ആദ്യം കോൾ ചെയ്യും. ഓക്കെ, അതിനകത്ത് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ BG ആയിരിക്കും. BG ഞാനിപ്പം ജസ്റ്റ് എന്ത് കൊടുക്കുന്നു, ബ്ലാക്ക് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ഞാൻ ബ്ലാക്ക് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് എന്ത് കൊടുക്കാം, ഇതിന് ഹൈറ്റ് സെറ്റ് ചെയ്യാം അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു 350 അങ്ങനെ എന്ത് വേണമെങ്കിലും. ഓക്കെ, വിഡ്ത്ത് ഞാൻ വെക്കുകയാണ് ഒരു 300 അല്ലെങ്കിൽ 350 തന്നെ ഇരുന്നോട്ടെ. അത്രയും തന്നെ ഞാൻ ഹൈറ്റും വിഡ്ത്തും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ആ ഒരു വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഇതിനൊരു വെറുതെ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്, റൂട്ട് ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, ടൈറ്റിലിനകത്തേക്ക് ഞാൻ പാസ് ചെയ്യുകയാണ്, ഒരു പേര് വെറുതെ കൊടുക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ഇതിനൊരു ഹൈറ്റും വിഡ്ത്തും ആ ഒരു മൊത്തം വിൻഡോയ്ക്കുള്ള ഒരു ജോമെട്രി സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് റൂട്ട് ഡോട്ട് ജോമെട്രി എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പാസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ആയിരിക്കും. ഞാനിങ്ങനെ ഇപ്പം എനിക്ക് 500 ആണെങ്കിൽ 500 ഇൻറ്റു ഈ ഒരു ഹൈറ്റും വിഡ്ത്തും ആയിരിക്കും എൻ്റെ ആ ഒരു വിൻഡോയ്ക്ക് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടിക്കിൻഡർ ആപ്ലിക്കേഷൻ റൺ ആവണം എന്നുണ്ടെങ്കിൽ റൂട്ട് ഡോട്ട് എൻ്റെ വിൻഡോയുടെ പേര് റൂട്ട് എന്നാണല്ലോ, അപ്പോൾ റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ് എന്ന് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് എക്സിക്യൂട്ട് ആവുള്ളൂ, ഇത് റൺ ആവത്തുള്ളൂ. ഓക്കെ, നമുക്കിന്ന് ജസ്റ്റ് നോക്കാം എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടോ,
കണ്ടല്ലോ, നോക്കിക്കേ, നമ്മൾ കൊടുത്ത ആ ഒരു പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ടുള്ളൊരു വിൻഡോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കൊടുത്ത ടൈറ്റിലാണിത്, ഗസ് ദ നമ്പർ ഗെയിം എന്നുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്തപ്പോൾ നമ്മൾ ആ വിൻഡോ ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ വേണമെന്നറിയോ? ഒരു ഹെഡിങ് നമുക്ക് വെറുതെ കൊടുക്കാം. പിന്നാണെങ്കിൽ ഒരു ഒരു അവരോട് നമുക്ക് ആവശ്യപ്പെടാം, എൻ്റെ നമ്പർ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സും കൂടെ ചേർത്ത് വെക്കണം. ഓക്കെ, എന്നിട്ടൊരു ബട്ടണും വെക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ഇതിനകത്ത് വെക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ലേബൽ വെക്കാം. ഓക്കെ, അപ്പോൾ ആ ലേബലിന് ഞാൻ വെറുതെ ഒരു പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഹെഡിങ് ആണെങ്കിൽ ഹെഡ് എന്ന് പേര് കൊടുത്തു. എന്നിട്ടൊരു വെറുതെ ഒരു ടെക്സ്റ്റ് ആണ് എനിക്ക് ടീക്കിൻ്റെനകത്ത് വെക്കാനുള്ളത് എങ്കിൽ ഞാൻ അവിടെ tk. ലേബൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ആ വിഡ്ജറ്റ് അവിടെ വരത്തുള്ളൂ. എനിക്ക് ലേബൽ പ്ലേസ് ചെയ്യേണ്ടത് റൂട്ടിലാണല്ലോ. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഇതിനും എന്തൊക്കെ സെറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ എനിക്ക് വെക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറാണ് ഞാൻ ഫോർഗ്രൗണ്ട് എന്നും പറഞ്ഞ് കൊടുക്കുന്നത്. അത് ഞാനിപ്പോൾ എന്ത് കൊടുക്കുകയാണ്, വൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എനിക്ക് ഇതിന് വേണമെങ്കിൽ വിഡ്ത്ത് സെറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ലേബൽ എത്ര നീളം വേണം അങ്ങനെ എനിക്ക് പറഞ്ഞ് കൊടുക്കാം. ഇനി എനിക്ക് ആ ലേബലിനകത്ത് എന്താ വേണ്ടത്, ഒരു കണ്ടന്റ് വേണമല്ലോ. ഞാനിപ്പോൾ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പാരാമീറ്റർ ആണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിനകത്ത് ഞാൻ കൊടുക്കുന്ന എന്തായിരിക്കും, ഞാൻ വെറുതെ ഒരു പേര് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണേ. ജസ്റ്റ് ഇത്രയും ഒരു ഒരു ലേബൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് നമ്മൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലേബൽ എന്ന് പറയുന്ന ഫംഗ്ഷനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലേബൽ ഞാനിപ്പോൾ വെച്ചു. ഇനി ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഇതിൽ ഞാൻ ലോഡ് ചെയ്യണം. ആ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫങ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ പ്ലേസ് വിളിക്കാം, അല്ലെങ്കിൽ ഗ്രിഡ് വിളിക്കാം. പ്ലേസോ ഗ്രിഡോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മുടെ വിൻഡോയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ പ്ലേസ് കൊടുക്കുകയാണ്. ഹെഡ് ഡോട്ട്, എൻ്റെ ഹെഡ് എന്നാണ് എൻ്റെ ലേബലിൻ്റെ പേര്, അതർ ഡോട്ട് പ്ലേസ്. ഓക്കെ, പ്ലേസിനകത്ത് ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂസ് രണ്ടെണ്ണം ആയിരിക്കും, എക്സും വൈയും. അത് എക്സ് വൈ കോർഡിനേറ്റ്സിൻ്റെ അളവുകളായിരിക്കും ഞാൻ ആ പ്ലേസിലേക്ക്, പ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ഞാൻ 15 എന്ന് കൊടുക്കുന്നു. ദേ വൈയുടെ വാല്യൂ ഞാൻ 30 എന്നും കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ആ ഡേറ്റ, ആ നമ്മൾ കൊടുത്ത ലേബല് ആ ഒരു വിൻഡോയിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും വെച്ച് നമുക്കൊന്ന് റൺ ആക്കി നോക്കാമേ. നോക്കുമ്പോൾ ഇപ്പം അവിടെ എന്ത് ക്രിയേറ്റ് ആയിരിക്കണം, ഗസ് ദ നമ്പർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവണം. നോക്കിയാൽ കാണാം, ഗസ് ദ നമ്പർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടിക്കിൻ്ററിലെ ഫംഗ്ഷനാണ് ലേബൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് എൻ്റർ ചെയ്യണം. ടെക്സ്റ്റ് ബോക്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുകയാണ്. മുമ്പ് നമ്മൾ ഹെഡിങ് വെച്ച പോലെ ഉള്ളൂ. ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻട്രി ആയിരിക്കും. എൻട്രി കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സിനെ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ടെക്സ്റ്റ് ഈക്വൽ ടു tk ഡോട്ട് എൻട്രി ഇവിടെ വരുന്നുണ്ട്, കണ്ടോ, എൻട്രി എന്ന് വന്നു. ഇനി എനിക്ക് ആ എൻട്രി പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണ്, റൂട്ടിലേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത്. സെയിം പ്രോപ്പർട്ടീസ് തന്നെ. അതായത് ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ കളറ് ഞാൻ കൊടുക്കാൻ പോകുന്നത്, ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ ബ്ലാക്ക് ആയിട്ട് കൊടുക്കുവാണേ. ടെക്സ്റ്റ് കളറ് ഞാനിപ്പോൾ ബ്ലാക്ക് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എനിക്കിനി എന്ത് ചെയ്യാം, ഇതിന് ഒരു വിഡ്ത്ത് വയ്ക്കാം. വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര നീളത്തിൽ എനിക്ക് ആ ടെക്സ്റ്റ് ബോക്സ് അവിടെ പ്ലേസ് ആവണം എന്നുള്ളതാണ് വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 40 കൊടുക്കുകയാണെന്ന് കരുതുക. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ വരുന്നുണ്ട്. ഇനി ആ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് വിൻഡോയിലേക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, പ്ലേസ് വിളിക്കണം. അപ്പോൾ എൻ്റെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ടെക്സ്റ്റ് എന്നാണ്. ടെക്സ്റ്റ് ഡോട്ട് പ്ലേസ് എന്ന് വിളിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ആ വിൻഡോയിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ പ്ലേസ് വിളിച്ചു, എക്സ് വൈ കോർഡിനേറ്റ്സ് ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ 15 തന്നെ കൊടുക്കുവാണ്. വൈ എന്ന് പറയുന്നത്, വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുമല്ലോ, അപ്പോൾ ഈ ഒരു പൊസിഷൻ ആയിരിക്കും നമ്മൾ അവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു
60 കൊടുക്കുവാണ്. ഇത്രയും വെച്ച് നമുക്ക് നോക്കിയാലോ. ഇത് റണ്ണാക്കുന്ന സമയത്ത് കണ്ടോ, ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സും ക്രിയേറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും, അപ്പം നമ്മൾ ലേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, ഒരു ടെക്സ്റ്റ് ബോക്സും ക്രിയേറ്റ് ആയി. ഇനി ഈ ടെക്സ്റ്റ് ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെക്സ്റ്റ് വേണം. അതായത് നമുക്ക് അവരോട് പറയാമല്ലോ, എൻ്റർ യുവർ ഗസ്. ഒരു നമ്പർ അവരെ ഗസ് ചെയ്യാനുള്ള ഒരു നമ്പർ എൻ്റർ ചെയ്യണം അവർ, എന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പാരിസൺ നടക്കുകയുള്ളൂ. അതായത് റാൻഡമായിട്ട് ഒരു നമ്പർ ജനറേറ്റ് ആവണം. ആ റാൻഡമായിട്ട് ജനറേറ്റ് ആവുന്ന നമ്പറിനെ നമ്മൾ ഗസ് ചെയ്യുന്ന നമ്പറുമായിട്ട് കമ്പയർ ചെയ്യണം. ഇതാണ് ശരിക്കും അവിടെ നടക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അവിടെ ഒരു ലേബൽ വയ്ക്കാം. നമുക്ക് മേളത്തെ സെയിം അത് തന്നെ കൊടുക്കാം. അതിൻ്റെ പൊസിഷൻ മാത്രം എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പൊസിഷനും നമുക്ക് നെയിമും മാറ്റണം. ഞാനിപ്പം വെറുതെ ഒരു പേരെടുക്കുകയാണ്, INP. ഓക്കെ, എന്നിട്ട് ഞാനിതിൻ്റെ ടെക്സ്റ്റ് മാറ്റുവാണേ. എന്നിട്ട് അവരോട് പറയണം എൻ്റർ യുവർ ഗസ്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു നമ്പർ ഗസ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ 60 എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ പ്ലേസ് ഞാനൊരു കുറച്ച് അങ്ങോട്ട് ഒന്നേക്കുവാണ്. അതായത് ആ ഒരു ലേബൽ കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ തന്നെയാണ് ഞാൻ ടെക്സ്റ്റ് ബോക്സ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ ഇവിടെ എൻ്റർ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ പൊസിഷൻ നീക്കി കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 95 കൊടുക്കുമ്പോൾ പൊസിഷൻ ഏകദേശം ശരിയാവും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു വാല്യൂ, ഒരു ടെക്സ്റ്റ് ആയിട്ടുണ്ട്, ഒരു ടെക്സ്റ്റ് ബോക്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തും കൂടെ ആഡ് ചെയ്യാം, ഒരു ബട്ടണും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനുള്ളത് എന്തായിരിക്കും, ഇതിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലേബൽ പഠിച്ചു, ടെക്സ്റ്റ് ബോക്സിന് വേണ്ടി എൻട്രി പഠിച്ചു. ഇനി ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പേര് കൊടുക്കുകയാണ്, BTN എന്ന് പറയുന്ന ഒരു പേരിൽ ഞാൻ എൻ്റെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, TK ഡോട്ട് ബട്ടൺ എന്ന് വന്നു. ബട്ടണിനകത്ത് എനിക്ക് 2 പാരാമീറ്റേഴ്സ് എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എൻ്റെ ഒരു പാരാമീറ്റർ ടെക്സ്റ്റ് ആയിരിക്കും. അതായത് ആ ഒരു ബട്ടൺ വെക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നത്. ഞാനിവിടെ അതിൻ്റെ കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്, ക്ലിക്ക് ഹിയർ ടു, അല്ലേ വേണ്ട, നമുക്ക് സ്റ്റാർട്ട് ഗെയിം കൊടുക്കാം. സ്റ്റാർട്ട് ഗെയിം എന്ന് നമ്മൾ ആ ഒരു ബട്ടണിന് പേര് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ ബട്ടണിന് ഈ പറഞ്ഞ പോലെ ഫോണ്ട് കളറും ഒക്കെ കൊടുക്കാം എനിക്ക്. ഫോണ്ട് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് കൊടുക്കണം, ഫോണ്ട് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട്, എനിക്കിപ്പോൾ ബോൾഡ് ആക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കും. കണ്ടന്റ് ബോൾഡായിട്ട് വരണമെങ്കിൽ ബോൾഡ് കൊടുക്കും. അതിൻ്റെ സൈസ് ഇപ്പോൾ എനിക്ക് 20 ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി പറഞ്ഞ പോലെ മുമ്പ് കാണിച്ച പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബട്ടണിനെ ഒന്ന് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്യാൻ വേണ്ടി X ഈക്വൽ ടു എന്ത് കൊടുത്തു, ഏകദേശം ഞാൻ സെൻറ്ററിലേക്ക് വെക്കുകയാണ്. അപ്പോൾ 150 ഒക്കെ കൊടുക്കാം. നമ്മൾ 300 ഒക്കെ അല്ലേ വെച്ചത്. അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു ഏകദേശം 150 കൊടുക്കുമ്പോൾ ഏകദേശം സെൻറ്ററിലേക്കൊക്കെ വരും. അപ്പം X കൊടുത്തു. ഇനി Yയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് 60 ആയിരുന്നു കൊടുത്തത്. അപ്പോൾ കുറച്ചും കൂടെ താഴത്തേക്ക് വരാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു 90 വെച്ചു. ഓക്കെ, റണ്ണാക്കുക. കണ്ടോ, ബട്ടൺ ക്രിയേറ്റ് ആയി. ഇച്ചിരി വലിയ ബട്ടണാണ്, കുഴപ്പമില്ല. കാരണം നമ്മളത് ആ ഒരു ഫോൺ സൈസ് കൊടുത്തേക്കുന്നതുകൊണ്ടാണേ. ഫോണ്ട് ഇപ്പോൾ 20 കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് വേണ്ടത്, ആ ബട്ടൺ ക്ലിക്കിൽ എന്താ നടക്കണം, എന്തോ ഒരു ആക്ഷൻ നടക്കണം അല്ലേ. അതായത് നമുക്ക് ശരിക്കും അവിടെ കമ്പാരിസൺ ആണ് നടക്കേണ്ടത്. നമ്മൾ ഒരു നമ്പർ ഗസ് ചെയ്യുന്നു, സിസ്റ്റം എന്ത് ചെയ്യുന്നു, റാൻഡം ആയിട്ട് ഒരു നമ്പർ ജനറേറ്റ് ചെയ്ത് തരുന്നു. ഇത് രണ്ടും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ഒരു ഫംഗ്ഷൻ എഴുതി കൊടുക്കണം അല്ലേ. ആ ഒരു ഫംഗ്ഷൻ എഴുതി കൊടുത്തതിന് ശേഷം ആ ഫംഗ്ഷനെ നമ്മൾ എവിടേക്ക് പാസ് ചെയ്യിപ്പിക്കണം, ഈ ബട്ടണിലേക്ക്. ബട്ടൺ ക്ലിക്കിലാണ് എനിക്ക് നടക്കേണ്ടത്.
അപ്പോൾ ബട്ടൺ ക്ലിക്കിൽ ആ ഒരു ഫംഗ്ഷൻ നടക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഫോണ്ടൊക്കെ എഴുതിയ പോലെ കമാൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. കമാൻഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൂടി നമ്മൾ അവിടെ പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കമാൻഡിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും എന്നറിയോ? നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ നേരെ മുകളിലേക്ക് വരിക. നേരെ മുകളിലേക്ക് വന്നിട്ട് നമ്മൾ റൂട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ, ഇമ്പോർട്ട് ചെയ്തെടുത്ത് ഇവിടെ വന്ന് എഴുതാം. നമുക്ക് നമ്മൾ കോൾ ചെയ്യുന്നതിന് മുമ്പ് ആ ഫംഗ്ഷൻ എഴുതണമെന്നേ ഉള്ളൂ. അപ്പൊ ഡെഫ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് വെക്കുക? ഞാൻ എൻ്റെ ഫംഗ്ഷന്റെ പേര് പറയാണ്. സ്റ്റാർട്ട് ഗെയിം എന്നാണ് എൻ്റെ ഫംഗ്ഷന്റെ പേര്. ഓക്കെ, ഞാൻ ഈ പേര് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഗെയിം എന്നാണ് എൻ്റെ ഫംഗ്ഷന്റെ പേര്. ഈ ഫംഗ്ഷന്റെ പേര് ഞാൻ എവിടേക്ക് പാസ് ചെയ്യണം? ഈ ബട്ടണിലേക്ക് പാസ് ചെയ്യണം. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കമാൻഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? സ്റ്റാർട്ട് ഗെയിം എന്ന് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ആണ് എഴുതാനുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് അവിടെ നടക്കേണ്ടത്? ആദ്യം ഒരു റാൻഡമായിട്ട് നമ്പർ ജനറേറ്റ് ആവണം അല്ലേ? റാൻഡം നമ്പർ ജനറേറ്റ് ആവണം. ആ ജനറേറ്റ് ആവുന്ന നമ്പറും നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പരും ഈക്വൽ ആണോ, അതോ വലുതാണോ ചെറുതാണോ, ഈ ഇത്രയും കമ്പാരിസൺ, ഈ 3 കമ്പാരിസൺ നമുക്കിവിടെ നടക്കണം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ആ റാൻഡം നമ്പറിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്കറിയാം, ഒരു റാൻഡം നമ്പറിനെ സിസ്റ്റത്തിൽ ജനറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ പൈത്തൺ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലൈബ്രറിയാണ് റാൻഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു മൊഡ്യൂളാണ് റാൻഡം എന്ന് പറയുന്നത്. ആ റാൻഡം മൊഡ്യൂളിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫംഗ്ഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ടേക്കൻഡറിനെ വിളിച്ചതുപോലെ ഈ ഒരു ഏതിനെയാണ് നമ്മളുടെ ടേക്കൻഡറിനെ വിളിച്ചതുപോലെ നമ്മൾ റാൻഡം മൊഡ്യൂളിനെ കൂടെ നമ്മുടെ ഫയലിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതും ഇമ്പോർട്ട് റാൻഡം റാൻഡം മൊഡ്യൂളിനെ ഞാൻ എന്ത് ചെയ്തു? ഇമ്പോർട്ട് ചെയ്തു. ഇനി ഇമ്പോർട്ട് ചെയ്താൽ മാത്രം പോരല്ലോ, എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമ്പറിനെ ക്രിയേറ്റ് ചെയ്യണം. റാൻഡം നമ്പറിനെ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ, ആ ക്രിയേറ്റ് ആവുന്ന റാൻഡം നമ്പറിനെ നമ്മൾക്കൊരു വേരിയബിളിലേക്കും കൂടെ എടുത്തു വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വേരിയബിൾ വെക്കുവാണ്. റാൻഡം നമ്പർ എന്ന് പറഞ്ഞിട്ട് പേരിൽ ഒരു റാൻഡം നമ്പർ, എൻ്റെ ക്രിയേറ്റ് ആവുന്ന റാൻഡം നമ്പർ സ്റ്റോർ ആവുന്ന എവിടെയായിരിക്കും? ഈ വേരിയബിളിലേക്ക് ആയിരിക്കും. ഇനി എങ്ങനെയാണ് റാൻഡം നമ്പറിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, റാൻഡം എന്ന് പറയുന്ന ക്ലാസ്സിലെ ഇത് കണ്ടോ, ബൈറ്റ്, റാൻഡിൻഡ്, റാൻഡ് റേഞ്ച്, ഇതെല്ലാം ഈ റാൻഡം മൊഡ്യൂളിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. അപ്പം നമുക്ക് വേണ്ടത് ഇത്ര തൊട്ട് ഇത്ര റേഞ്ച് വരെയുള്ള ഒരു ഇൻറ്റിജർ വാല്യൂവിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ റാൻഡ് ഇൻറ്റിനെ ആയിരിക്കും വിളിക്കാൻ പോകുന്നത്. ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിനെ ആയിരിക്കും ഞാനിവിടെ വിളിക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്കിതിനകത്തേക്ക് 2 വാല്യൂസ് പാസ് ചെയ്യാം. അതായത് 2 ആർഗ്യുമെന്റ്സ് ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും, എത്ര തൊട്ട് എത്ര വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് റാൻഡ് എൻഡിലേക്ക് പറഞ്ഞു കൊടുക്കാം. എനിക്ക് 1 തൊട്ട് 50 വരെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഞാൻ കൊടുത്തു. ഓക്കെ, ഇത്രയൊക്കെ അല്ലേ? ഇനി എന്താ വേണ്ടത്? നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് നമുക്ക് 5 അറ്റംപ്റ്റ്സ് വരെ നമുക്ക് കൊടുക്കാം. ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 5 പ്രാവശ്യം ഗസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ അറ്റംപ്റ്റ്സിലേക്ക് എനിക്ക് 5 തവണ എന്ത് ചെയ്യാൻ പറ്റൂ? അവിടെ ഒരു ഗസ്സിങ് നടത്താനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ അറ്റംപ്റ്റ്സ് ഈക്വൽ ടു 5 എന്ന് ഞാൻ സെറ്റ് ചെയ്തു. ഇത്രയും മാത്രം ചെയ്താൽ പോരാ. ഇനി ഈ വേരിയബിൾസിനെ എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഉപയോഗിക്കണം. ഇപ്പം ഈ ഒരു അത്രയും വേരിയബിൾസ് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ആക്സസിബിൾ ആണ്. അപ്പം ഞാൻ ഇതിനെ എവിടേക്ക് വിളിക്കുകയാണ്? എൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് വിളിക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനവിടെ നമുക്കറിയാം ഗ്ലോബൽ വേരിയബിൾസ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അതിൻ്റെ ആക്സസ് എവിടെയൊക്കെയാണ് എന്ന് കാണിക്കുന്ന ഒരു കീവേഡാണ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത്, ഇനി ഈ പറയുന്ന റാൻഡം നമ്പറും അറ്റംപ്റ്റും ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എപ്പോഴൊക്കെ നമുക്കിതിനെ ഉപയോഗിക്കണം അപ്പോഴൊക്കെ എനിക്ക് എന്ത് ചെയ്യാം? ആ ഒരു കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. അപ്പം ഞാൻ ഗ്ലോബൽ വിളിച്ചു.
എൻ്റെ വേരിയബിളിൻ്റെ നെയിം എന്താണ്? റാൻഡം നമ്പർ എന്നാണ്. ഇനി അതേപോലെ അടുത്തത് ഗ്ലോബൽ അറ്റംപ്റ്റ്സ്. ഓക്കെ, ഇത്രയും ക്രിയേറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് റാൻഡം നമ്പറിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ ഡേറ്റ എൻ്റർ ചെയ്യണം. ആ ഡേറ്റേനെ അവിടെ നിന്ന് എടുത്ത് ക്രിയേറ്റ് ആയിട്ടുള്ള റാൻഡം നമ്പറുമായിട്ട് കമ്പയർ ചെയ്യണം. ഈ പ്രോസസ്സ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ എൻട്രി ബോക്സിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ എന്തായാലും അതിനെ എന്ത് ചെയ്യാം? ഫെച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എൻട്രി ബോക്സിൻ്റെ പേര് നമ്മൾ ടെക്സ്റ്റ് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടീക്കിൻഡറിൽ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ഡേറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ .get എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഞാനിപ്പോൾ എന്തെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗസ് എന്ന് അങ്ങനെ ഒരു പേര് തന്നെ കൊടുക്കുകയാണ്. എൻ്റെ വാല്യൂ എന്താണ്? ഞാൻ ഗസ് ചെയ്ത വാല്യൂ ഗസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വെക്കുവാണ്. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? എനിക്കത് എടുക്കേണ്ടത് എവിടുന്നാ? ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ വേരിയബിളിൽ നിന്ന് വേണം എനിക്ക് ആ ഒരു ഡേറ്റാനെ എടുക്കാനായിട്ട്. ഓക്കെ, ടെക്സ്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗെറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നമ്പർ എൻ്റർ ചെയ്താലും എന്ത് എൻ്റർ ചെയ്താലും അതൊരു സ്ട്രിങ് വാല്യൂ ആയിട്ടായിരിക്കും അവിടെ എടുക്കുന്നത്. നമ്മൾക്ക് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്ന റാൻഡം എന്ത് വാല്യൂ ആണ്? ഒരു ഇൻറ്റിജറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്ട്രിങ്ങിനെയും ഇൻറ്റിജറിനെയും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഈ സ്ട്രിങ്ങിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇൻറ്റ് ഓഫ് ടെക്സ്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിക്കോളും? ആ ക്രിയേറ്റ് ആയിട്ടുള്ള ആ സ്ട്രിങ് വാല്യൂ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ആവുന്നു. അപ്പോൾ ഈ ഗസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ ആ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത നമ്പറാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് കമ്പയർ ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. എന്തൊക്കെ നമുക്ക് ചെയ്യണം? ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്യുന്ന നമ്പർ റാൻഡം നമ്പറിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് കൊടുക്കാം, നിങ്ങൾ എൻ്റർ ചെയ്ത നമ്പർ വലുതാണ്. ഇനി എൻ്റർ ചെയ്ത നമ്പർ ചെറുതാണെങ്കിലോ, ചെറിയ നമ്പറാണ്, കുറച്ചും കൂടെ വലിയ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയാം. ഇനി ഇത് രണ്ടും അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അയാൾ ഗസ് ചെയ്ത നമ്പർ കറക്റ്റ് ആയിരിക്കും. ഈ 3 പോസിബിലിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ചെക്കിങ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം. ഇഫ്, എലിഫ്, എൽസ്. ഇത്രയും സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എഴുതും ഇഫ് ഞാൻ ഗസ് ചെയ്ത നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ റാൻഡം നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവർക്കൊരു മെസ്സേജ് കൊടുക്കണം. അപ്പോൾ ആ മെസ്സേജ് എവിടെയാണ് കാണണ്ടേ? നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണണം, അല്ലെ ആ വിൻഡോയിൽ എനിക്ക് കാണണം അല്ലേ? അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ആവശ്യമുണ്ട്. ടെക്സ്റ്റായിട്ടാണ് നമുക്ക് അവിടെ റിസൾട്ട് കാണിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു വിഡ്ജറ്റിനെ ആഡ് ചെയ്യണം. അതായത് ആ ഒരു മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു ലേബലിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ റിസൾട്ടൻ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് റിസൾട്ടൻ്റ് ലേബൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഈക്വൽ ടു എന്താ വേണ്ടത്? റിസൾട്ടൻ്റ് ലേബൽ ഡോട്ട് കോൺഫിഗ് എന്ന് വിളിക്കും. കോൺഫിഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് ആ ഡേറ്റനെ എവിടേക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഫംഗ്ഷൻ ഇല്ലേ, അത് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് ടിക്കിൻഡറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു അതിലേക്ക് ഞാൻ പാസ് ചെയ്യുന്ന എന്തായിരിക്കും? യുവർ ഗസ് ഈസ് ടു ഹൈ. ഓക്കെ, നിങ്ങൾ ഗസ് ചെയ്തത് വലിയ നമ്പർ ആണ് എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ ഒരു യെല്ലോ ലൈൻ കാണാം അല്ലേ? കാരണം നമ്മളിത് ഡിഫൈൻ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം? ഇവരെ അവിടെ റിസൾട്ടൻ്റ് ലേബലിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാം. എവിടെയായിരിക്കും? ഈ ബട്ടണിന് തൊട്ട് താഴെയായിട്ട് ആ റിസൾട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാം. അപ്പം ഇത് ഈക്വൽ ടു tk ഡോട്ട് ലേബിൾ. ഓക്കെ, എന്നിട്ട് നമുക്ക് മേളത്തെ സെയിം ഇത് തന്നെ എടുക്കാം.
ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് ടെക്സ്റ്റിന്റെ ആവശ്യമില്ല. കാരണം ആ റിസൾട്ട് വരുന്നത് എവിടെ നിന്നായിരിക്കും? ആ ഇഫിന്റെ എന്താണോ, അതായത് നമ്മൾ ആ കൺട്രോൾ സ്ട്രക്ചറിൽ കൊടുത്ത റിസൾട്ട് എന്താണോ അതായിരിക്കണം ഇവിടേക്ക് പ്രിന്റ് ആവേണ്ടത്. ഓക്കെ. ഇനി എനിക്ക് അതിനെ കാണണമെങ്കിൽ എന്ത് വേണം? ഡോട്ട് പ്ലേസ്. പ്ലേസ്, പാക്ക്, ഗ്രിഡ്, ഇത്രയും ലേഔട്ട്സ് ആണ് ഉള്ളത് കേട്ടോ. അതിനകത്ത് നമ്മൾ പ്ലേസ് ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് എക്സ് വൈ കോർഡിനേറ്റ്സ് ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ. ഞാനിവിടെ 150 കൊടുക്കുകയാണ്. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു 130 കൊടുക്കുന്നു. ഓക്കെ. ഒന്ന് റണ്ണാക്കി നോക്കാം. ഇവിടെ ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ 10 എന്ന് കൊടുത്തു, സ്റ്റാർട്ട് ഗെയിം കൊടുത്തു. ഓക്കെ. നമ്മളപ്പം റിസൾട്ടന്റ് ലേബൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? അവിടെ റാൻഡമായിട്ട് ജനറേറ്റ് ആയ നമ്പറിനെ എന്ത് ചെയ്യും? റാൻഡമായിട്ട് ജനറേറ്റ് ആവുന്ന നമ്പറിനെ ഇവിടെ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ജനറേറ്റ് ചെയ്ത നമ്പറും, അതായത് റാൻഡം നമ്പറും നമ്മൾ ഗസ് ചെയ്ത നമ്പറും തമ്മിൽ ഈ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? നിങ്ങൾ ഗസ് ചെയ്തത് ഹൈ ആണെന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ. ഇനി എൻ്റെ കൂടെ തന്നെ എനിക്ക് എന്ത് ചെയ്യിക്കാം? ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവണം? അയാളുടെ ഒരു അറ്റംപ്റ്റിന്റെ കൗണ്ട് എന്ത് ചെയ്യണം? കുറഞ്ഞു കുറഞ്ഞു വരണം. ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അയാൾക്ക് ഇനി 4 ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇനി അയാൾക്ക് 3 ഉള്ളൂ, അങ്ങനെ ഡിക്രിമെന്റ് ചെയ്ത് വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അറ്റംപ്റ്റ്സ് മൈനസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം? ക്ലിയർ ചെയ്യിപ്പിക്കാം. ഡേറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ 2 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവണം? ആ ഡേറ്റ അവിടുന്ന് ക്ലിയർ ആയി പോകണം. 2 ക്ലിയർ ആയി പോകണം. ഒരു ഫ്രഷ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും നമുക്കത് പിന്നീട് കാണാൻ പറ്റുന്നത്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ഞാൻ ടെക്സ്റ്റ് എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഡോട്ട് ഡിലീറ്റ് എന്ന് വെക്കും. ടെക്സ്റ്റ് ഡോട്ട് ഡിലീറ്റ്, എന്നിട്ട് ടി കെ ഡോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻഡ്. ഓക്കെ. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ ക്ലിയർ ആയി പോകും. നമുക്കിനി അടുത്ത കണ്ടീഷൻ എന്താ വരുന്നത്? എലിഫ് എഴുതാം അല്ലേ? അതായത് നമ്മൾ ഗസ് ചെയ്ത നമ്പർ എന്താവാം? റാൻഡം നമ്പറിനേക്കാളും ചെറുതായിട്ട് വരാം. ആ ഒരു കണ്ടീഷൻ നമുക്ക് എഴുതാം. അതിന് നമുക്കിത് ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വ്യത്യാസം വരും. ചെറുതായാൽ എന്താവാം? അപ്പം നമ്മൾ എന്ത് കാണിക്കും? നിങ്ങൾ എൻ്റർ ചെയ്തത് സ്മോൾ നമ്പർ ആണ് എന്ന് കാണിക്കും. അവിടെയും അയാളുടെ ഒരു അറ്റംപ്റ്റ് കുറവാണ്, എന്ത് ചെയ്യും? നമുക്ക് അറ്റംപ്റ്റ് കുറച്ചതായിട്ട് കാണിക്കാം. ടെക്സ്റ്റ് ബോക്സ് ക്ലിയർ ആയിട്ടും കാണിക്കാം. ഓക്കെ. ഇതൊന്നും അല്ലെങ്കിൽ എന്തായിരിക്കും? അയാൾ ചെയ്ത കാര്യം സക്സസ്ഫുൾ ആയി, അയാൾ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ ഗസ് ചെയ്തു എന്നെനിക്ക് പറയാൻ പറ്റും. അപ്പോൾ എൽസ് പാർട്ടിൽ ഞാൻ എന്ത് എഴുതി കൊടുക്കും? കൺഗ്രാജുലേഷൻസ് അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാം. നിങ്ങൾ ജയിച്ചു എന്നുള്ള മെസ്സേജ് നമുക്ക് കൊടുക്കാം. ഓക്കെ. കൺഗ്രാജുലേഷൻസ് ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തു. ഗസ് ഇസ് കറക്റ്റ്. അങ്ങനെ ഒരു മെസ്സേജ് ഞാനിവിടെ കൊടുത്തു. ഓക്കെ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ഒന്ന് റണ്ണാക്കി നോക്കാം. ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനവിടെ 34 എന്ന് കൊടുക്കുന്നു. എന്ത് വന്നു? യുവർ ഗസ് ഈസ് ടു ഹൈ. ഇപ്പോൾ മനസ്സിലായി, 34നേക്കാളും ചെറിയ നമ്പറാണ് റാൻഡമായിട്ട് ക്രിയേറ്റ് അയക്കുന്നത്. ഞാൻ 20 എഴുതി നോക്കാം. അന്നേരം വലുത് തന്നെയാണ് അല്ലേ? അപ്പം ഞാൻ എന്ത് കൊടുത്തു? ഒരു 10 കൊടുത്തു. 10 കൊടുത്തപ്പോൾ എന്ത് വന്നു? 2 സ്മോൾ എന്ന് വന്നു. അപ്പം 10നും 20നും ഇടയ്ക്കുള്ള നമ്പറാണ് റാൻഡമായിട്ട് ജനറേറ്റ് ആയേക്കുന്നത് അല്ലേ? പിന്നോ ഞാനപ്പോൾ ഒരു 15 കൊടുത്താലോ? 15ഉം അല്ല, അപ്പോൾ 13 കൊടുക്കാം. 10നും 15നും ഇടയ്ക്കാം അല്ലേ? അപ്പോൾ 2 സ്മോൾ ആണ് അതും. പിന്നെയോ 12ഉം അല്ല. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മളിപ്പം 5 അറ്റംപ്റ്റിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ?
14 കറക്റ്റ് ആൻസർ. അത് എത്രാമത്തേതിലാണ് നമുക്കത് വന്നത്? ഇപ്പോൾ ഏകദേശം ഒരു 6 തവണയെങ്കിലും നമ്മളത് ക്ലിക്ക് ചെയ്തു. പക്ഷെ നമുക്ക് അങ്ങനെ വരരുത്. എപ്പോഴാണോ 5 അറ്റംപ്റ്റും കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ബട്ടണിനെ എന്താക്കണം നമുക്കവിടെ? ഇതിപ്പോൾ എത്ര തവണ വേണേലും എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഗസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആൻസർ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഞ്ചാമത്തെ അറ്റംപ്റ്റിൽ നമുക്ക് ആ ബട്ടണിനെ എന്ത് ചെയ്യിപ്പിക്കാം? ഡിസേബിൾ ചെയ്യിപ്പിക്കാം. അത് നമ്മളിപ്പോൾ എവിടെ ആയിരിക്കും എഴുതുന്നത്? എൽസ് പാർട്ടിലാണല്ലോ നമ്മളിത് എഴുതിയത്. അപ്പോൾ ഇവിടെ നമ്മൾ അറ്റംപ്റ്റ്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തും കൂടെ പറഞ്ഞു കൊടുക്കണം, നമുക്ക് ആ ബട്ടണിനെ ഡിസേബിൾ ചെയ്യിപ്പിക്കണം. അപ്പോൾ ബട്ടൺ ഡോട്ട് കോൺഫിഗ് അതിനകത്ത് tk ഡോട്ട് ഡിസേബിൾഡ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അഞ്ചാമത്തെ അറ്റംപ്റ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു ബട്ടൺ അവിടെ ഡിസേബിൾഡ് ആയിട്ട് പോകും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മുന്നോട്ട് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മളുടെ ശരിക്കുള്ള ആക്ഷൻസ് അത്രയും കഴിഞ്ഞു. നമ്മൾ ഗസ് ചെയ്തു, ഒരു നമ്പറിനെ ജനറേറ്റ് ചെയ്തു, അതിനെ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്പറുമായിട്ട് കമ്പയർ ചെയ്തു, അതിന് റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. അതായത് ഓരോ അറ്റംപ്റ്റും കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം? ആ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കാം, നിങ്ങൾക്ക് ഇനി ഇത്ര അറ്റംപ്റ്റ് ബാക്കിയുണ്ട് എന്ന് കാണിക്കാൻ വേണമെങ്കിൽ. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ കണ്ടീഷൻ? അറ്റംപ്റ്റ് എവിടെ വരെ വരാൻ പാടുള്ളൂ? 5 വരെ വരാൻ പാടുള്ളൂ. 0യേക്കാൾ മുകളിലും ആയിരിക്കണം. അതായത് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 0യേക്കാൾ മുകളിലാണ് എങ്കിൽ, നമ്മൾ അറ്റംപ്റ്റ്സ് ആണ്, അറ്റംപ്റ്റ്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അത് 1ഓ 2ഓ 3ഓ എത്ര വേണമെങ്കിലും ആവാം. അപ്പം നമുക്ക് അവർക്കൊരു മെസ്സേജ് കൊടുക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? അറ്റംപ്റ്റ് എന്ന് പറയുന്നൊരു ലേബൽ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യണം, ആ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ എത്ര അറ്റംപ്റ്റ് ഉണ്ട് എന്നുള്ള റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേബൽ വെക്കുകയാണ്. ഞാനതിന് അറ്റംപ്റ്റ് എന്ന് പേര് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കണ്ടന്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് എന്താണ്? കോൺഫിഗ് ടെക്സ്റ്റ് ഈക്വൽ ടു എഫ് സ്ട്രിങ് കൊടുത്തു. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് പാസ് ചെയ്യാം. ഇതാണ് റിപ്ലൈ ഇതവിടെ കാണിക്കേണ്ടത്. യു ഹാവ് എത്ര അറ്റംപ്റ്റ്സ് ബാക്കി ഉണ്ടാവാം? ഇപ്പോഴത്തെ എത്രയാണോ, അതായത് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കുമല്ലോ ആ വാല്യൂ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അറ്റംപ്റ്റ് എത്ര ആണെന്നുള്ളത് അവിടെ കാണിച്ചു തരും. യു ഹാവ് 5 അറ്റംപ്റ്റ്സ് ലെഫ്റ്റ് ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഒരു മുമ്പ് കാണിച്ച പോലെ തന്നെ ഇങ്ങനൊരു ലേബൽ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത്. നമ്മളപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ലേബലിനെയും കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിക്കണം. tk ഡോട്ട് ലേബൽ, എന്നിട്ട് ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ്. ഇതൊക്കെ ഡിസൈനിനകത്ത് വരുന്നതാണ്. നമുക്ക് ആ ലോജിക്കാണ് കറക്റ്റായിട്ട് അവിടെ അപ്ലൈഡ് ആവേണ്ടത്. അറ്റംപ്റ്റ് ഡോട്ട് പ്ലേസ് 150 തന്നെയാണ് പൊസിഷൻ വരുന്നത്. ഇതിൻ്റെ ഇത് വേണമെങ്കിൽ നമുക്കൊരു 17 അല്ല 180 ആക്കാം. ഓക്കെ, അപ്പം ഇത്ര അറ്റംപ്റ്റ്സ് ബാക്കിയുണ്ട് എന്ന് അവർക്ക് എന്ത് ചെയ്യും? മെസ്സേജ് പോകും. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിയുമ്പോൾ ഇത്ര കാണിക്കും, യു ഹാവ് 4 അറ്റംപ്റ്റ്സ് ലെഫ്റ്റ്, അങ്ങനെ കാണിക്കും മെസ്സേജ്. ഓക്കെ, ഇനി എപ്പോഴായിരിക്കണം നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് മെസ്സേജ് കാണിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്തായിരിക്കും? ഒന്നുകിൽ അയാളുടെ ഗസ് തെറ്റിപ്പോണം, അല്ലേ? ഗസ് തെറ്റിപ്പോകുമ്പോഴായിരിക്കണം എന്താണ് നിങ്ങളുടെ അറ്റംപ്റ്റ്സ് മാക്സിമം എത്തി എന്നൊരു മെസ്സേജ് അവർക്ക് നമുക്ക് കാണിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൽസ് പാർട്ടിൽ എഴുതി കൊടുക്കാം. അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന എന്താണ്? ഇഫ് നിങ്ങൾ ഗസ് ചെയ്തത് നോട്ട് ഈക്വൽ ടു എന്താണ്? നമ്മുടെ റാൻഡം നമ്പർ അല്ലെങ്കിൽ. റാൻഡം നമ്പർ അല്ലെങ്കിൽ എന്താ വേണ്ടത്? റാൻഡം നമ്പർ അല്ലെങ്കിൽ എന്താ വേണ്ടത്? റാൻഡം നമ്പർ അല്ലെങ്കിൽ കാണിക്കേണ്ടത് എന്താ? നിങ്ങളുടെ മാക്സിമം അറ്റംപ്റ്റുകൾ എത്തി എന്നൊരു മെസ്സേജ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അറ്റംപ്റ്റ് ഡോട്ട് കോൺഫിഗ് അതിലേക്ക് ഞാൻ പാസ് ചെയ്യും എന്താണ്? യു ആർ ഔട്ട് ഓഫ്
attempts എന്ന് കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഒരു കേസ് അതാണ് അല്ലേ, റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്ത് ഈക്വൽ അല്ലാതെ വരാം, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് വരാം. കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ആവരുത്, അവർക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റരുത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും നമുക്ക് അവിടെ കാണിക്കാനില്ല. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇത് എൽസ് പാർട്ട് വേണമെങ്കിൽ കൊടുക്കാം, അത് ക്ലിയർ ചെയ്ത് നമുക്ക് കിട്ടും ആ ഒരു ടെക്സ്റ്റ് ഫീൽഡ്. ഇതും അല്ലെങ്കിൽ എന്താക്കുക, ഇവിടെ കണ്ടന്റ് ഒന്നും കാണിക്കത്തില്ല, അത് എം ടി ആയിട്ട് അവിടെ കിടന്നോളും. അവിടെ കണ്ടന്റ് ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പം ഒരു റാൻഡം നമ്പർ അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 45 കൊടുത്തു. നോക്കിയേ, യുവർ ഗസ് ഈസ് ടു ഹൈ എന്നിട്ട് പറഞ്ഞെന്താ, യു ഹാവ് 4 attempts ലെഫ്റ്റ്. 2 മെസ്സേജും വന്നിട്ടുണ്ട് അല്ലേ. രണ്ടിനും വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ലേബിൾസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ അപ്പോൾ ഞാനപ്പോൾ എന്ത് ചെയ്യണം, ഇതിലും കുറച്ചത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. 30 കൊടുത്തു, അതും അല്ല. 20 കൊടുത്തു, 2 സ്മോൾ ആണ് എന്ന് വന്നു. അപ്പം 30ക്കും 20ക്കും ഇടയിലാണ് നമ്മളുടെ വാല്യൂ വരുന്നത്. അപ്പം ഞാൻ 26 കൊടുത്തു നോക്കി, അത് ഹൈ ആണ്. അപ്പം 24 കൊടുത്തു നോക്കാം. ഇനി ഒരു അറ്റംപ്റ്റും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ 23. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് റാൻഡം നമ്പർ ജനറേറ്റ് ആയിട്ട് ആ റാൻഡം നമ്പറിനെ നമ്മൾ ഗസ് ചെയ്ത നമ്പറുമായിട്ട് വലുതാണോ ചെറുതാണോ നോക്കും. അപ്പം അതിനനുസരിച്ചുള്ള ഈ മെസ്സേജിൽ ഏതിലും ഒരെണ്ണം വരും. എപ്പോഴാണോ ഇനി അറ്റംപ്റ്റ് കറക്റ്റ് ആവുന്നത് അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഈ ഒരു മെസ്സേജ് കാണിക്കും. എന്നിട്ടോ അറ്റംപ്റ്റ് 0 ആക്കി വെക്കും. ഒരു പ്രാവശ്യം ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, മുന്നോട്ട് ചെക്ക് ചെയ്യാൻ വിടത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ബട്ടണിനെ എന്ത് ചെയ്യിപ്പിക്കും, ഡിസേബിൾ കൂടി ചെയ്യിപ്പിക്കും. പിന്നെ അതിൻ്റെ മെസ്സേജ് നമുക്ക് കാണിക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ 5 എന്ന് കൊടുത്തു, സ്റ്റാർട്ട് ചെയ്തു. 2 സ്മോൾ ആണ്, അപ്പോൾ ഞാൻ ഒരു 15 എന്ന് കൊടുത്തു. 2 ഹൈ ആണ്, അപ്പോൾ 5നും 15നും ഇടയ്ക്കാണ് എൻ്റെ നമ്പർ. ഞാൻ 10 എന്ന് കൊടുത്തു. അപ്പോൾ 10നും 15നും ഇടയ്ക്കാണ് എൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഞാൻ 14 എന്ന് കൊടുത്തു നോക്കുവാണ്. 2 ഹൈ. ഇനി ഒന്നും കൂടെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂ. 13നും അല്ല, 13നും അല്ലായിരുന്നു. പിന്നീട് എന്ത് ചെയ്യത്തില്ല, ഇത് വർക്ക് ചെയ്യത്തില്ല, ഇത് ഡിസേബിൾഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, യു ആർ ഔട്ട് ഓഫ് അറ്റംപ്റ്റ്സ് എന്നുള്ള നമുക്ക് മെസ്സേജ് കൂടി ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ടീക്കിൻഡർ യൂസ് ചെയ്തുകൊണ്ടുള്ള ചെറിയൊരു ഗെയിം എന്ന് പറയുന്നത്. ഗസ് ദ നമ്പർ ഗെയിം ആണ്. ഇതിനകത്ത് നമുക്ക് ഇനിയും ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. ഒരു റീസ്റ്റാർട്ട് ബട്ടൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഗെയിമിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ടീക്കിൻഡർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ ഗെയിം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, ഗസ് ദ നമ്പർ ഗെയിം. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ച കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്, ടീക്കിൻഡറിനെ ഇമ്പോർട്ട് ചെയ്തു, പിന്നെ റാൻഡം നമ്പറിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി റാൻഡം എന്ന് പറയുന്ന ലൈബ്രറിനെ യൂസ് ചെയ്തു. പിന്നെ നമ്മൾ കൺസെപ്റ്റ് ഉപയോഗിച്ചത് ഇത്ര സിമ്പിൾ ആയിരുന്നു. റാൻഡമായിട്ട് ജനറേറ്റ് ആവുന്ന നമ്പറിനെ ഈക്വൽ ആണോ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മെസ്സേജ് കാണിക്കുന്നു. ആ മെസ്സേജിനെ ടീക്കിൻഡറിൻ്റെ ഫങ്ഷനാലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, വിൻഡോയിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് കൊണ്ടുവരാം. റീസ്റ്റാർട്ട് ബട്ടൺ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പുതിയതായിട്ടൊരു ഗെയിം, അതായത് ഇപ്പോൾ ഉള്ളത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് പുതുതായിട്ടൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ചെറിയ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്